കേന്ദ്രമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒരേപോലെ വിശ്വസ്തൻ. പുകയടങ്ങിയാൽ പ്രധാൻ തിരികെ എത്തുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കേന്ദ്ര മന്ത്രിസഭയിൽ ഭരണ നേതൃത്വത്തിന്റെ ഏറെ പ്രിയങ്കരനായിരുന്നു രാജിവെക്കേണ്ടി വന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒരേപോലെ വിശ്വസ്തൻ. വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിക്കത്തിയപ്പോഴും പ്രധാനമായി സംരക്ഷിക്കാൻ അമിത്ഷാ പരമാവധി ശ്രമിച്ചിരുന്നു. പ്രധാൻ രാജിവെച്ച് പ്രതിസന്ധി ഒഴിവാക്കുകയാണ് നല്ലതെന്ന ചിന്ത ഭരണ നേതൃത്വത്തിലും RSS നേതൃത്വത്തിലും പ്രബലമായ സമയത്തും രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു അമിത്ഷായ്ക്ക്. വകുപ്പ് മാറ്റത്തിലൂടെ പ്രധാൻ മന്ത്രിസഭയിൽ നിലനിർത്തുക എന്ന പോംവഴി പ്രക്ഷോഭകരുമായുള്ള ചർച്ചകൾ സർക്കാർ മുന്നോട്ട് വെച്ചു. BJPയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രധാന സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ വൈകാതെ മുഖ്യ ചുമതലകളിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള നീക്കമുണ്ടാകുമെന്ന് അനുമാനിക്കാം. അതിനായി ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന്റെ ചൂടും പുകയും അടങ്ങാൻ കാക്കുകയാണ് ഭരണ നേതൃത്വം. കഴിഞ്ഞ ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നവരിൽ ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഒഡീഷ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുമെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. രാജി പ്രഖ്യാപിച്ച കത്തിലും ഒഡീഷയിലെ ജനങ്ങൾക്കു വേണ്ടി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ദേശീയ നേതൃത്വം ആഗ്രഹിച്ചത് പെട്ടെന്ന് നടപ്പാക്കാനാവുന്ന ഒന്നല്ലെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. മോഹൻ ചരൺ മാഞ്ചിയാണ് ഒഡീഷ മുഖ്യമന്ത്രി. അദ്ദേഹത്തെ മാറ്റാൻ നിലവിൽ കാരണങ്ങളൊന്നുമില്ല. അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻപ് പറഞ്ഞു കേട്ടിരുന്ന പ്രധാന പാർട്ടി പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറി പോലെ ഒരു പദവിയിൽ നിയോഗിക്കുന്നതും അഭികാമ്യമായി നേതൃത്വം കരുതുന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം പുനഃസംഘടനയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനം തിരികെ കൊണ്ടുവരിക എന്നതായിരിക്കും പ്രായോഗികമായി ഭരണ നേതൃത്വം സ്വീകരിക്കാൻ സാധ്യതയുള്ള തന്ത്രം. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയുള്ള FIRകൾ പിൻവലിക്കുമെന്ന വാഗ്ദാനം കേന്ദ്ര സർക്കാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി വീണ്ടും രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. സമാധാനപരമായ രീതിയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചതെന്നും എന്നാൽ സർക്കാർ ഇപ്പോൾ തങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്നും CJP വക്താക്കൾ കുറ്റപ്പെടുത്തി. ഈ കരാർ ലംഘനം തുടരുകയാണെങ്കിൽ ഇന്ത്യയിലെ തെരുവുകൾ വീണ്ടും യുവജനങ്ങളുടെ പ്രതിഷേധത്താൽ നിറയുമെന്ന് പാർട്ടി മുന്നറിയിപ്പ് നൽകി. സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ അടിച്ചമർത്തൽ നടപടികൾ പാടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടെങ്കിലും നിലവിലുള്ള FIRകളിലെ അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെ വിട്ടയക്കാൻ നിർദ്ദേശമുണ്ടെങ്കിലും ഈ ഉത്തരവ് സർക്കാർ സമരക്കാരെ വേട്ടയാടാൻ ആയുധമാക്കുമെന്നും വ്യക്തികളെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുമെന്നും CJP വക്താവ് സൗരവ് ദാസ് ആശങ്ക പ്രകടിപ്പിച്ചു. ജൂലൈ 25-ന് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾക്ക് വിരുദ്ധമാണ് ഇപ്പോഴത്തെ നീക്കമെന്ന് സൗരവ് ദാസ് എക്സിൽ കുറിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ നേരിട്ടോ അല്ലാതെയോ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും കേസുകൾ പിൻവലിക്കുമെന്നും സർക്കാർ അന്ന് പരസ്യമായി ഉറപ്പു നൽകിയിരുന്നു. ഈ വിശ്വാസത്തിന്മേലാണ് രാജ്യം മുഴുവൻ നടന്ന സമരം തങ്ങൾ നിർത്തിവെച്ചത്. എന്നാൽ കോടതി ഉത്തരവിന്റെ മറവിൽ രഹസ്യമായി ഈ ഉറപ്പുകൾ ലംഘിക്കാനാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രവും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ജൂൺ 20-ന് ജന്തർ മന്ദറിൽ ആരംഭിച്ച പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു. ജൂലൈ 20-ന് നടത്തിയ പാർലമെന്റ് മാർച്ചിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ക്രൂരമായ ലാത്തി ചാർജും കണ്ണീർ വാതകവും പെല്ലറ്റ് ഗണ്ണുകളും പ്രയോഗിച്ചിരുന്നു. 2 റൗണ്ട് ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ ശനിയാഴ്ച ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനം രാജിവെച്ചതോടെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. നീറ്റ് പേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന ഉറപ്പും അന്ന് സർക്കാർ നൽകിയിരുന്നു. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണെന്നും ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം പുനരാരംഭിക്കുമെന്നും CJP മുന്നറിയിപ്പ് നൽകി. നൂറുകണക്കിന് പ്രതിഷേധക്കാരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കരാർ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടുവെന്നും CJP വക്താവ് അശുതോഷ് രംഗ പറഞ്ഞു. FIRകൾ ഉടനടി പിൻവലിക്കുകയും അറസ്റ്റിലായ വിദ്യാർത്ഥികളെ മോചിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ വീണ്ടും സമരമിരിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.